നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ, വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനയൻ KE എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് കെ രാജീവനുണ്ട്. സ്വാഗതം ശ്രീ രാജീവൻ. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട പഞ്ചായത്താണ് പിണറായി. കാർഷിക വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് പിണറായി ഗ്രാമപഞ്ചായത്ത് പൊതുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നെൽകൃഷിയാണ് ഞങ്ങൾ കൂടുതലായും ഊന്നൽ കൊടുക്കുന്നത്. അതേപോലെ മറ്റ് കൃഷികളും പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വന്യജീവികളായിട്ടുള്ള പന്നി പോലുള്ള ശല്യങ്ങൾ വളരെ രൂക്ഷമായിട്ട് പഞ്ചായത്തിന്റെ മിക്ക കൃഷിയിടങ്ങളിലും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മൾ പ്രധാനമായും മുൻകൈ എടുത്തിട്ടുള്ളത് എംപാനൽ ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെയൊക്കെയാണ് തടയാൻ വേണ്ടി സാധിക്കുക എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തി. നമ്മുടെ നാട്ടിലെ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കൂടി ഒത്തുചേർന്നുകൊണ്ട് ഈ പന്നിശല്യം ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാടും നടപടികളും നമ്മൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് നമ്മളിപ്പോ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ജൈവ വള നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി. അത് നമുക്ക് പഞ്ചായത്തിനകത്ത് എല്ലാവർക്കും ജൈവവളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ആ ജൈവവളം എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു കർഷകർക്ക് കൊണ്ടുതരുന്നത്. ഇത്തവണ ഞങ്ങൾ ജൈവവള നിർമ്മാണ യൂണിറ്റ് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അവിടെ 9ഓളം വരുന്ന സഹോദരിമാർക്ക് ജോലി കൊടുത്തു. ഇപ്പോ പഞ്ചായത്തിന്റെ എല്ലാ കൃഷിയിടങ്ങളിലേക്കും ആ ജൈവവളം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിലുപരിയായി നമുക്ക് ഭാവിയിൽ മറ്റു പഞ്ചായത്തുകൾ കൂടി ഇത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പിണറായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് സേവനത്തിന് വേണ്ടി വരുന്ന എല്ലാവർക്കും ചായയും പലഹാരവും കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു പരിപാടി കൂടി പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങള് പഞ്ചായത്തിനകത്ത് സേവനങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്ന എല്ലാവർക്കും ചായയും പലഹാരം കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി പിണറായി ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുന്നുണ്ടാകും. അതില് പ്രധാനമായും ഞങ്ങളെ ഈ വഴിയിൽ ചിന്തിക്കാനിടയാക്കിയുള്ള സാഹചര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് സേവനത്തിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ അവർ ചെറിയൊരു സമയമെങ്കിലും പഞ്ചായത്തിനകത്ത് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് ഒരു ചായയും പരിഹാരവും കൊടുത്ത് അവരെ സ്വീകരിക്കുക എന്നുള്ള തലത്തിലാണ് ഞങ്ങൾ ഇത് പ്രധാനമായും ആലോചിക്കാനിടയായിട്ടുള്ളത്. ഏറ്റവും നന്നായ നിലയിൽ ഇപ്പോഴും അത് തുറന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഭാവിയിലും ഇത് കൊണ്ടുപോകാൻ ആവശ്യമായ തീരുമാനങ്ങളാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വൈവിധ്യമായ ഒരു പദ്ധതി തന്നെയാണ്. ഭാവിയിലും ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വയോജന സൗഹൃദ പഞ്ചായത്താണ് പിണറായി. വയോജനങ്ങൾക്കായാലും ഭിന്നശേഷിക്കാർക്കായാലും നിരവധി വികസന പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നതല്ലേ? വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്തായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മാറാൻ വേണ്ടി പോവുക. അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പിണറായി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് നേതൃപരമായ സഹായവും അതേപോലെ നേതൃപരമായ പങ്ക് വഹിക്കുന്നത് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ ഒരു സഹായം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലെ 12 ഗ്രാമപഞ്ചായത്തുകളെ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ പിണറായി ഗ്രാമപഞ്ചായത്തും അതിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്.
വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു ബൈലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് പോയി. വാർഡുകളിൽ വയോജന ക്ലബ്ബുകളുടെ രൂപീകരണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഘട്ടം ഘട്ടമായ നിലയിൽ വയോജനങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പോ വയോജനങ്ങളുടെ സർഗകലാഭാസനകൾ തൊട്ടുണർത്താൻ വേണ്ടി അവർക്ക് വൈവിധ്യമാർന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിനകത്ത് ഞങ്ങൾ നടത്തുകയുണ്ടായി. അവരുടെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനകത്ത് നടക്കുകയുണ്ടായി. എല്ലാ വാർഡുകളിലും വയോജനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ 22-ാം തീയതി പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് വെച്ചാണ് ഒരു ശില്പശാല ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായ പരിപാടിയിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വൈവിധ്യമാർന്ന മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് പിണറായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ മാറ്റം സ്കൂളിൽ നിന്നാവട്ടെ എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തി 1000 മാലിന്യ ശേഖരണ വേസ്റ്റ് ബിൻ അടക്കം നിർമ്മിക്കുന്ന ഒരു പദ്ധതിയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അനുഭവം നമ്മുടെ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടാകെ ഒരു മാതൃകയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ഇപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ എല്ലാ പിന്തുണയും ഇതിന്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നുണ്ട്. അതിനാവശ്യമായുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു സൗന്ദര്യവൽക്കരണ പരിപാടി പഞ്ചായത്തിന്റെ ചെറുപട്ടണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കുട്ടികളിൽ നിന്ന് ആരംഭിക്കണം ശുചിത്വം എന്നത് സംബന്ധിച്ച. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലങ്ങളിൽ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂൾ തലങ്ങളിൽ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള 15-ാം വാർഡിനകത്തുള്ള ഗണപതി വിലാസം UP സ്കൂൾ, അവിടെയുള്ള കുട്ടികൾ കാർഡ്ബോർഡുകൾ കൊണ്ട് 1000-ഓളം വരുന്ന വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാക്കി അത് വീടുകളിലേക്ക് കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു. അത് അവിടെയുള്ള PTA, അതേപോലെ സ്കൂൾ മാനേജ്മെന്റ്, പഞ്ചായത്ത് ഇവരെല്ലാം കൂടിയാണ് ഈ പദ്ധതികൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. ഞങ്ങള് 19 വാർഡിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിനകത്ത് വലിയൊരു പദയാത്ര നടത്തി. ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര സംഘടിപ്പിച്ചു. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, നമുക്ക് ശുചിത്വം പാലിക്കണം. ആ ശുചിത്വം പാലിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. നമ്മുടെ നാട് ഒന്നടങ്കം ഇതിന്റെ ഭാഗമായിട്ട് വന്നു ചേരണം എന്നുള്ള ആശയം, സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ വലിയൊരു പദയാത്ര ഞങ്ങൾ നടത്തുകയുണ്ടായി. ആ പദയാത്ര ജനങ്ങളാകെ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമ്മുടെ നാട്ടിനകത്ത് പൊതുജനങ്ങളാകെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവമായിട്ട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയിലേക്ക് ഞങ്ങൾ പോകുന്ന ഘട്ടത്തിനകത്ത് പശ്ചാത്തല മേഖലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ സഹായങ്ങൾ, പദ്ധതി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കാർഷിക മേഖലയ്ക്ക് വലിയ പരിഗണനയാണ് പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കാനും അതേപോലെ ഭാവിയിൽ അത് സംഘടിപ്പിക്കാനും ഒക്കെ കഴിയും. നമ്മളിപ്പോ ഭാവിയിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതി നമ്മൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കായിക മത്സരങ്ങൾ ഉൾപ്പെടെ ചെറിയ കുട്ടികൾ മുതൽ ആരംഭിക്കണം എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതേപോലെ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്തായി നിൽക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ബോധവൽക്കരണ
ഞങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിപ്പോ DPCയിൽ നിന്ന് അംഗീകാരമായിട്ടുള്ളത്. തീർച്ചയായും ഭാവിയിൽ ഏറ്റവും നല്ല പദ്ധതി പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വൈവിധ്യമാർന്ന മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് ഭാവിയിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് ഇടപെട്ട് നടപ്പിലാക്കുന്നത്? രോഗി ബന്ധു സംഗമം അടക്കം സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് മികച്ച നേട്ടം നമുക്ക് കൈവരിക്കാൻ വേണ്ടി പൊതുവിൽ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം ശ്രദ്ധേയമായ നിലയിലാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് അംഗങ്ങൾ, അതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുടെ സഹായങ്ങൾ, അതേപോലെ നമ്മുടെ CSC പിണറായി CSCയിലെ ഡോക്ടർ, അതേപോലെ പാലിയേറ്റീവ് നഴ്സ് തുടങ്ങിയവരുടെ സഹായങ്ങളെല്ലാം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആർക്കാണോ ഇതിന്റെ സഹായങ്ങൾ വേണ്ടത് അവര് പൂർണ്ണമായും തൃപ്തിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അത്രമാത്രം പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് 2 തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പോൾ പഞ്ചായത്ത് പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സെക്കൻഡറി പാലിയേറ്റീവ് കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള പദ്ധതികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ നേട്ടമുള്ള, ഏറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. ഇതും ഞങ്ങൾക്ക് തുറന്നു കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പിണറായി പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ KK രാജീവൻ.